ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു കറണ്ട് എനർജിയെക്കുറിച്ചിട്ടാണ്. നിങ്ങളിപ്പോൾ വളരെയധികം മാനസികമായ ബുദ്ധിമുട്ടിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും വേദനയിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളാണ് എങ്കിൽ അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെയൊരു സിറ്റുവേഷൻ, നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും രീതിയിലുള്ള ചേഞ്ച് സംഭവിക്കുമോ, നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെ, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ തീർത്തും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. സോ റെസനേറ്റ് ആണെന്ന് തോന്നുന്നവർ ഇതിലെ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായി കണക്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റായി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെയൊക്കെ പോകുന്ന വ്യക്തികളാണെങ്കിൽ ഒരുപാട് വൈകാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം കുറിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു ജോലിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന കാര്യമായിരിക്കാം. അത് എന്തു തന്നെ ആയാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് പോസിറ്റീവായിട്ടുള്ള ഒരു തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ആ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഫിസിക്കലി നിങ്ങൾ ഒരുപാട് ഫൈറ്റ് ചെയ്ത് നേടിയ ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ പുതിയൊരു മാറ്റത്തിന് വഴിയൊരുക്കുന്നത്. അതുപോലെ ഫിനാൻഷ്യലി എന്തെങ്കിലും കാര്യങ്ങളിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ വളരെയധികം സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ പരിവർത്തനങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഗ്രോത്തും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്തും ആണ് ഇനി മുന്നോട്ട് കാണുന്നത്. അതുപോലെ ജോലി സംബന്ധമായോ മറ്റോ നിങ്ങളിൽ ആരെങ്കിലും വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത്തരത്തിൽ എവിടേക്കെങ്കിലും നിങ്ങൾ ജോലി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോകാനുള്ളൊരു സാധ്യതയും നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. തീർച്ചയായും യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു മാറ്റം സംഭവിക്കുന്നതോടുകൂടി നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഫലമുണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഒരു സന്ദേശം. നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ഈ ഒരു മോശം അവസ്ഥയ്ക്ക് മാറ്റം വരുന്നതിന് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്കിന് ഒരു സക്സസ് ഉണ്ടാവാൻ പോവുകയാണ്. അതിലൂടെ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായും നിങ്ങൾ ഫിനാൻഷ്യലി നല്ല രീതിയിൽ നിന്ന വ്യക്തികളാണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ അപ്രതീക്ഷിതമായി ഒരു സാമ്പത്തിക നഷ്ടം സംഭവിച്ചു. ഒരുപക്ഷെ മറ്റാരുടെയെങ്കിലും ചതിയിൽപ്പെട്ടതാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അബദ്ധം സംഭവിച്ചതാവാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഈ ഒരു നഷ്ടം നികത്താൻ ഇപ്പോൾ വളരെയധികം സ്ട്രഗിൾ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ അതിന് നിങ്ങൾക്കൊരു നീതി ലഭിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളെല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നിൽക്കുന്നൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. തീർച്ചയായും നിങ്ങളുടെ വേദനകളെല്ലാം അവസാനിച്ച് സന്തോഷത്തിൻ്റേതായ ഒരു സമയത്തിലേക്ക് നിങ്ങൾ നടന്നു നീങ്ങുന്നു എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ എനർജിയും വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ഇപ്പോൾ അകന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾക്കുള്ളത്. അപ്പോൾ ആ ഒരു അകൽച്ച നിങ്ങളിൽ ഒരുപാട് വേദന ഉണ്ടാക്കുന്നതായി കാണുന്നുണ്ട്. ഏത് സമയവും നിങ്ങളുടെ ലൈഫിൻ്റെ ഭൂരിഭാഗവും
ഈ ഒരു വ്യക്തിയെ മിസ് ചെയ്യുന്നതോർത്താണ് നിങ്ങൾ വിഷമിക്കുന്നത്. മാത്രമല്ല അവരുടെ തിരിച്ചുവരവിനായിട്ട് എന്ത് റിസ്ക് ഏറ്റെടുക്കാനും നിങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു സന്തോഷം നിങ്ങളിലേക്ക് വരാൻ പോകുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഈ ഒരു വ്യക്തിയും നിങ്ങൾക്കരികിലേക്ക് എത്തിച്ചേരും എന്നാണ് കാണുന്നത്. തീർച്ചയായും വളരെയധികം കഴിവുകളുള്ള വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു അനങ്ങാൻ പറ്റാത്ത ഒരു എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റാതെ നിങ്ങളെ വളരെയധികം നിങ്ങൾ പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങളെ വാക്കുകൾ കൊണ്ടും അല്ലാതെയുമൊക്കെ പലരും മുറിവേൽപ്പിച്ച ഒരു അവസ്ഥ. അതൊരു സ്നേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും വളരെ തകർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ മുന്നോട്ട് വരാൻ ഉള്ളൊരു എനർജിയുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ ഈ ഒരു മോശം സാഹചര്യത്തിന് മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതമാണ് ഇനി നിങ്ങളുടെ മുന്നിലുള്ളത്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അധികാര പദവിയിലൊക്കെ ഏറാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലൊരു പ്രമോഷനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു അധികാര പദവിയിലോട്ടൊക്കെ ഏറാനുള്ള സമയമായിരിക്കുന്നു. ജോലി സംബന്ധമായൊക്കെ അധികാര കൈമാറ്റത്തിനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും നാൾ പണത്തിന് മറ്റുള്ളവരെ ആശ്രയിച്ചിരുന്നുവെങ്കിൽ ഇനി മുന്നോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്കുള്ള പണം നിങ്ങൾക്ക് തന്നെ സമ്പാദിക്കാനുള്ള അവസരങ്ങൾ യൂണിവേഴ്സ് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് നോക്കുമ്പോൾ ഒരു അന്ധകാരമാണ് തോന്നുന്നത്. കാരണം നിങ്ങളുടെ മനസ്സിൽ എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വഴി തെളിഞ്ഞിതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. ആ ഒരു ദുഃഖത്തിൽ നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളുടേത്. പക്ഷേ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷന് തീർച്ചയായും മാറ്റമുണ്ടാകും. അങ്ങനെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്കിവിടെ നൽകുന്ന സന്ദേശം. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന വ്യക്തികൾക്ക് തീർച്ചയായും ഒരുപാട് വൈകാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. മാത്രമല്ല നിങ്ങളിൽ പല വ്യക്തികൾക്കും ഒരു ചീറ്റിംഗ് സംഭവിച്ചതായി കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ, അല്ലെങ്കിൽ തൊഴിലിടത്ത്, അങ്ങനെ നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫിനാൻഷ്യലി ഡൗൺ ആയി പോയിട്ടുള്ള ആളുകളായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവാം. ഒരു ചീറ്റിംഗ് എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്നേഹത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ പണത്തിൻ്റെ പേരിലോ ഒക്കെ നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതിൻ്റെ പേരിൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിഷമങ്ങളിൽ നിന്ന് മുക്തരാകുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഇതിനെയെല്ലാം മറികടന്ന് പുതിയൊരു തുടക്കത്തിലേക്ക് മാറുവാൻ സാധിക്കും. ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട്, ഒരു ഇറക്കത്തിന് ഒരു കയറ്റവുമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളെ ചതിച്ചിട്ട് നിങ്ങളിൽ നിന്ന് പോയ വ്യക്തികളാണ് എങ്കിൽ അവർ തീർച്ചയായിട്ടും ഒരു കർമ്മ നേരിടേണ്ടതായി വരും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കേണ്ടതെന്നറിയാതെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. പൂർണ്ണമായും നിങ്ങളുടെ കണ്ണ് കെട്ടിയ ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഇത്തരത്തിലൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു ഇരുണ്ട പുക പോലെയാണ്, മൊത്തത്തിൽ ഒരു ഇരുട്ട് നിറഞ്ഞ ജീവിതമാണ്. എന്നാൽ ആ ഒരു ഇരുട്ടിനെ തുടച്ചു മാറ്റി ഒരു പ്രകാശം ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുകയാണ്. ഇവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇരുട്ടിലേക്ക് ഒരു പ്രകാശം വന്നെത്തുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് സന്ദേശം അയച്ചിരിക്കുന്നത്. ജീവിതം എല്ലാ തരത്തിലും ഒരു പുതിയ തുടക്കത്തിലേക്ക് മാറാൻ സമയമായി എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം. അതായത് നിങ്ങളുടെ കൺമുന്നിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു 2 ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പം
ഈ ഒരു 2 ഓഫ് സോഡ്സ് എന്ന കാർഡിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് മുന്നിലുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കാതെ നിങ്ങളുടെ കണ്ണ് മൂടിക്കെട്ടിയൊരു അവസ്ഥയാണ്. പക്ഷേ യൂണിവേഴ്സായിട്ട് തന്നെ ആ ഒരു ഇരുട്ടിനെ തുടച്ചു നീക്കി നിങ്ങൾക്കൊരു പുതിയ തുടക്കം തരാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇമോഷൻസിനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ദേഷ്യം, സങ്കടം അങ്ങനെ എല്ലാവിധ ഇമോഷൻസും നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളത് ഒറ്റയ്ക്കിരുന്ന് ഒരുപക്ഷെ കരഞ്ഞു തീർക്കും, അല്ലെങ്കിൽ അത് മറ്റാരോടെങ്കിലും പ്രകടിപ്പിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം. കാരണം നിങ്ങൾക്കതിനുള്ള ഒരു പവറുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ അതിനുള്ള ഒരു ഊർജ്ജമുണ്ട്. നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് മുന്നോട്ട് വന്ന് ഒരു ഗ്രോത്ത് ഉണ്ടാക്കാനും ഒക്കെയുള്ള എല്ലാവിധ കഴിവുകളുമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. കാരണം ഇവിടെ മജീഷ്യൻസ് എന്ന് പറയുന്ന ഒരു കാർഡ് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരണം. അതിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും. നിങ്ങൾക്കിവിടെ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ചിലപ്പോൾ ഒരു വീട് വെക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അങ്ങനെ നിങ്ങൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ ഒരു വീട് വെക്കാനും ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് രാത്രിയും പകലും ഒക്കെ ഒരുപോലെ തോന്നുന്നു. അതായത് രാത്രിയിലും പകലും ഒക്കെ നിങ്ങൾ ഒരുപോലെ വേദനിച്ചു പോകുന്ന ഒരു അവസ്ഥയാവാം. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുവാനും സമാധാനിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ യൂണിവേഴ്സ് നൽകുന്നുണ്ട്. നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും പ്രപഞ്ചശക്തി നൽകുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ കരകയറ്റാൻ എത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്നുണ്ടോ ഇപ്പോൾ, അതിനൊക്കെ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള വിജയം സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.